പൊതിച്ചോറ് കൊടുക്കുന്നതിലാണെങ്കിലും ശരി, പ്രളയകാലത്താണെങ്കിലും ശരി, ഇവരായിരുന്നു അർജുൻ്റെ ടീം അല്ലേ? അതെ, അർജുൻ്റെ ടീമാണ്. ഞങ്ങളെ കൂടെ കഴിഞ്ഞ അവസാന പ്രാവശ്യം കൂടി പൊതിച്ചോറ് കൊടുക്കാൻ മുമ്പന്തിയിലുണ്ടായിരുന്ന സഖാവിന് അർജുൻ. അപ്പോൾ ഒന്നിന് മുമ്പ് കുറച്ച് ദിവസം എനിക്കൊന്ന് വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ അങ്ങോട്ട് കിട്ടാതായത്. അതെ, ലോറി പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ കൂടുതൽ കിട്ടുക. എന്നാലും കെട്ടുന്ന സമയത്തൊക്കെ ഇവിടെ ഞങ്ങൾ കൂടെ ഉണ്ടായിനി. എനിക്കൊന്ന് പൊതിച്ചോറ് മാത്രമല്ല, പ്രളയകാലത്ത് അല്ലേ, പ്രളയകാലത്താണെങ്കിലും അർജുൻ്റെ സാന്നിധ്യം, ഇവരെല്ലാവരും ഇവിടുത്തെ വളരെ ആക്റ്റീവായ ചെറുപ്പക്കാരൻ. നിങ്ങളെല്ലാവരും ഇവിടെയാണോ? കർണാടിക്കൽ തന്നെയാണോ? അതെ, കർണാടിക്ക് തന്നെ. പ്രത്യേകിച്ച് ഈ അർജുൻ്റെ ഒരു ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ? അർജുൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാനാണ് സാധ്യത. ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളും സഖാക്കളുടെ ഒരാളാണ്. അതെ, അർജുൻ വർഷങ്ങളോളം ഇവിടുന്ന് പോകുന്ന സമയം വരെ 4-5 വർഷം വരെ ഇവിടെ സജീവമായിട്ട് നമ്മുടെ ക്ലബ്ബ് KYC ആണെങ്കിലും അതുപോലെ DYFIൻ്റെ ഭാരവാഹിയായിട്ടാണൊക്കെ ഞങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആളാണ്. നാട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ലോറിയിൽ ഡ്രൈവറായി പോകാൻ തുടങ്ങിയവരാണ് നാട്ടിൽ നിന്ന് വിട്ടുപോയത്. അതുവരെ ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയാണ് ഇവിടെ നാട്ടിൽ ഓടൽ. ലോറിക്ക് മുമ്പ് ചെറിയ വണ്ടി, ആദ്യം പെയിൻറ്റിങ്ങിൻ്റെ വർക്കായിരുന്നു. പിന്നെ പെയിൻറ്റിങ് സ്വന്തം ഒരു വണ്ടി എടുത്താരാണ് പെയിൻറ്റിങ്ങിൻ്റെ പണി നിർത്തി ഇവിടെ കണ്ണാടിയിലാണ് വണ്ടി ഓടൽ. അപ്പോൾ ഇവിടുത്തെ കണ്ണാടിക്കൽ സ്റ്റാൻഡിൽ തന്നെയാണ് വണ്ടി ഇടൽ. ഇവിടെ ലോറി ഇവിടെ തന്നെയാണോ ഇവിടുത്തെ? ലോറിയിൽ വരുമ്പോൾ അല്ല, ലോറി വണ്ടി വിറ്റാരാണ് ലോറിയിലേക്ക് മാറിയത്. അതാണ്. അപ്പോൾ ആ നാട്ടിലുണ്ടാവുന്ന, നമുക്ക് എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ ഇങ്ങനെ ചില അർജുന്മാർ? അങ്ങനെ ഒരു അർജുനാണ് ഈ അർജുൻ.